ഇന്ന് നമ്മളൊരു കഞ്ഞിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്, ഏത് പ്രായക്കാർക്കും കുടിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിനായിട്ട് 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തത്. അതിലേക്ക് അതേ പാത്രം കൊണ്ട് തന്നെ 3 പാത്രം വെള്ളം ഒഴിച്ചു. പച്ചവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. ഇത് 2 ആൾക്കുള്ള അളവാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാത്രം ഒന്ന് ചൂടായി ചെറുതായിട്ട് തള വരില്ലേ, ആ സമയത്ത് സിമ്മിൽ വയ്ക്കുക. പിന്നെ 3 മിനിറ്റ് മതി കേട്ടോ. 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓട്സ് വെന്ത് കുറുകിയിട്ടുണ്ടാവും. വെന്തതിന് ശേഷം നമ്മൾ മധുരം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് പകരം പശുവിൻ പാലോ നാളികേരപ്പാലോ ഏത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ മധുരം ചേർക്കുന്നത് ശർക്കര ഉരുക്കി 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അതാണ് ചേർക്കുന്നത്. അപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് ശർക്കര പൊടിച്ചിട്ട് തന്നെ അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പിടി നാളികേരം കൂടെ ചേർത്തു. ഇതൊക്കെ സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കഞ്ഞി റെഡി ആയില്ലേ. പെട്ടെന്നാവും. ഇനി ഇത് വേവാനൊന്നും ഇല്ലല്ലോ, ഒക്കെ ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തിളപ്പിച്ച പാല്, പച്ചപ്പാലാണെങ്കിൽ ആദ്യം ചേർക്കണം കേട്ടോ. തിളപ്പിച്ച പാലായതുകൊണ്ട് അവസാനം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താൽ മതി. അപ്പോൾ എന്താ പറയുക, നല്ല സ്വാദാണ്. ഇത് ചെറുതായിട്ട് മധുരമാണ് കേട്ടോ. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മധുരം ഒഴിവാക്കുക, നമ്മൾ ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിച്ചാൽ മതി. അതുപോലെ തന്നെ നാളികേരപ്പാൽ ഒഴിക്കാം, ഈ പശുവിൻ പാലിന് പകരം. പശുവിൻ പാലിലോ നാളികേരപ്പാലിലോ ഏതിൽ വേണമെങ്കിലും കഞ്ഞി വേവിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി. ഇനി സെർവിങ് ബൗളിലോട്ട് മാറ്റി ഇതിൽ നമുക്ക് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും, ഫ്രഷ് ഫ്രൂട്ട്സ് ആയാലും എന്ത് വേണമെങ്കിലും ചേർത്ത് കുടിക്കുക കേട്ടോ. നോമ്പൊക്കെ തുറക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് വേണ്ടേ, നല്ല എന്താ പറയുക, കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാൻ പറ്റണ്ടേ. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ നല്ല ഉഷാറായിട്ടിരിക്കും നോമ്പ് തുറക്കി. പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട, മറ്റേ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കേണ്ട. ഇത് മതി ഒരു ബൗള്, നല്ല ഹെൽത്തിയാണ്. നെയ്യ് വേണ്ടവർക്ക് നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. നോമ്പുതുറയൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ബൈ.